കാര്യമറിയും മറ്റേ മറിയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു. കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് വേമ്പ പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവരെ കെട്ട് പേടിച്ച് കുറച്ചവരെ പോലെയായി. അറിഞ്ഞു പിടിച്ച പെണ്ണേ, അവിടെ വായന തീരാതെ. പിന്നെ ഉയർപ്പല്ലേ കഴിഞ്ഞോളൂ, ഇനി സ്വർഗാരോഹണം കിടക്കുന്നു. തീറ്റ കുശുമ്പത്ത് ദൈവദോഷം പറയാതെ കുരുത്തം കെട്ടോളെ. ഇത് മുഴുവൻ അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളുന്നത് സ്നേഹ കൂടുതൽ കൊണ്ടല്ല, ഒരു ബന്ധുബലത്തിനാ. ആ ഗാന്ധിപ്പിള്ളെ അവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ ഇവനെ പോലുള്ളൊരു തടിമാറിന്റെ സഹായം ആവശ്യമാടി. മനസ്സിലായ? നമ്മള് നല്ലൊരു പട്ടിയെ വളർത്തുകയെന്ന് കരുതിയാ മതി. നല്ല പട്ടികൾ ഇതുപോലത്തെ കൂടിയ ഇനമേ തിന്നും. തനിക്ക് തിന്നാൻ തവിടില്ലാത്ത പന്നിയെ വളർത്തരുതെന്ന പ്രമാണം. എടാ, നമ്മള് തവിടാണ് പിണ്ണാക്കാണാ തിന്നണെന്ന് ആ പന്നി എങ്ങനെ അറിയാനാണ്? ആയിരത്തോളം മതി, എടുത്തോ. നീ ആ മറപ്പരെ പോയി ഇത്തിരി തുള്ളി നീലം എടുത്തോണ്ട് വന്നടാ. അതിനാണ് നീലം, നീ തുണി അലക്കാൻ പോണ? അല്ലെന്നേ, അയാൾക്കുള്ള കോഴിക്കറി ചേർക്കാനാ. നീലം ചേർത്താ പിന്നെ കണ്ടമാനം തിന്നുകയല്ല, എളുപ്പം അങ്ങ് മട്ടും. അയ്യോടിയേ, നിങ്ങൾ പേടിക്കാതെ മനുഷ്യന് രുചി വ്യത്യാസം തോന്നുകയല്ലെന്ന്. എന്റെ കർത്താവെ, നീലം തിന്നവന്റെ വയറിളകി ഈ പാതിരാത്രി നിന്റെ അപ്പം വന്ന് കോരുവാ. ചേർത്താക്ക മതി, വേഗം വിളമ്പ്. ആണ്ടെ പൈലി ബച്ചന്റെ പ്രാർത്ഥന തീരാറായി. പൈലി ബച്ചനല്ലപ്പാ, ഫാന്റം പൈലി. അതെനിക്കറിയാം. ചുമ്മാ സൂപ്പിക്കാൻ അങ്ങനെ വിളിച്ചേരടേ. ആളൊരു പൊങ്കനാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കല്ലേ, സുഖിച്ചോളൂ. അല്ലപ്പച്ചാ, ഈ ഫാന്റും സ്പൈഡർമാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് നിനക്കറിയില്ലേ? ഇല്ല. അത് നിനക്ക് ഇതേവരെ അറിയില്ലേ? ഇല്ലെന്നേ. എടാ, സ്പൈഡർമാൻ ജഡ്ഡി അകത്തിടും, ഫാന്റെ പുറത്തിടും. അപ്പൊ മുണ്ടെടുക്കല്ലേ? വേഗം എടുത്തു. എന്താണ് മറിയപ്പങ്ങളെ മുഖത്തൊരു വൈക്ലഭ്യം? ചെറുതെന്ന് നോക്കട്ടെ. എനിക്കിപ്പോ വേണ്ടായേ, പണികൾ എമ്പിടി തീരാൻ കിടക്കുമല്ലയോ. അതിന്റെ അടിയിൽ ശകേലങ്ങ് വെച്ചേര്. എന്റെ പൊന്ന് പൈലി വെച്ചാ ചതിക്കരുത്. ഒരെണ്ണം കഴിച്ചത് നേരാണ്. പിന്നെ ഈ മിറ്റം നിറയെ വാള. ഈ മഞ്ഞത്ത് എന്നെ കൊണ്ടത് കോരാൻ മേലേ. ഒരെണ്ണത്തെ വാള് വെക്കുന്നത് ഞാനല്ല, നിങ്ങളുടെ തള്ള ആനമർദ്ദായ. ദേ, അതുമേരിക്കണ മുഴുവൻ കഴിച്ചേച്ചി മറിയപ്പെണ്ണ് ഇതിലെ വയറ് പോലെ നടക്കും. അറിയാവാ? എന്താ കാണണോ? വേണ്ടേ, നീ നടക്കുവല്ല, നീ പറക്കൂന്ന് വരെ എനിക്കറിയാം. പക്ഷെ അത് ഇപ്പൊ തന്നെ പൈലി വെച്ചനെ കാണിക്കണോടി. ഇതെന്നെ ഒന്നും കഴിക്കാത്തെ? കറികളൊന്നും പിടിച്ചില്ലായിരിക്കില്ലയോ? മൻ ചങ്കാത്തോ ഗഡോത്തി മെ ഗംഗ. അയ്യോ, ചങ്കി പിടിച്ച വെള്ളം കുടി. അല്ല, മൻ ചങ്കാത്തോ ഗഡോത്തി മെ ഗംഗ എന്ന് വെച്ചാൽ മനസ്സ് നല്ലതാണെങ്കിൽ ഏത് തോട്ടുവെള്ളവും ഗംഗാതീർത്ഥത്തിന് തുല്യമാണെന്ന് അർത്ഥം. ആരുടെ മനസ്സ് നല്ലതാണെങ്കിൽ? ഒഴിക്കുന്നവന്റെയും കഴിക്കുന്നവന്റെ. ഞങ്ങള് നല്ല ഒന്നാന്തരമായിട്ട് മൺചക്ക ഗംഗയാക്കി തന്നെയാണ് തന്നത്. അതെ, അത്യാവശ്യം ഹിന്ദിയൊക്കെ എനിക്കും അറിയാം. സത്യാരും പറഞ്ഞ ഹിന്ദിയല്ല, ലിപിയില്ലാത്ത ഏതോ മറുഭാഷയാണ്. മതിയാക്കിയോ? ഇതൊന്നും കഴിച്ചില്ലല്ലോ. എന്റെ പൊന്നു മറിയപ്പങ്ങളെ, മതിയേ. എല്ലാം കൂടെ ഒറ്റയടിക്ക് കഴിച്ചാ പിന്നെ നാളെ എന്നാ ചെയ്യും? എന്താ കൊറേ നേരമായല്ലോ താൻ മര്യാദക്ക് ഇരിക്കേട്ടോ. എന്തോ കൊറേ നേരം ഇവര് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? ഇല്ല, അവരൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കാ. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? നാറി. സിനിമ കാണാൻ വന്നാണെ കണ്ടേ ചെണിച്ചു പോടാ. പിന്നെ ഞങ്ങളും ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാ ഏട്ടാ ഇതിന്റെ അകത്ത് കയറിയത്. ഓ, നീ പറഞ്ഞ പോലെ ഒരെണ്ണം ഞാനും മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ തുളയെന്ന് കയറി തരുന്നതേ സിനിമ കാണാനുള്ള ടിക്കറ്റാ, അല്ല അതിനകത്തിരിക്കുന്ന പെമ്പിളരെ കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ല. താൻ തന്നെ കാര്യം നോക്കണോ? അതേടാ, ഇത് എന്റെ കാര്യം കൂടിയാ. ഇരിക്കണോ അവിടെ? പോരെ, മനുഷ്യനെ മര്യാദയ്ക്ക് സിനിമ കാണാൻ സമ്മതിക്കലെന്ന് വെച്ചാൽ ഒരു മുഴുത്ത പടം. എന്നാലും പൈലി വെച്ച് നല്ല പണിയാ കാണിച്ചത്. ഒറ്റ ടിക്കറ്റിന് ധർമ്മേന്ദ്ര പടം ഷക്കീലയുടെ പടം ഒരുമിച്ച് കാണായിരുന്നു. അത് നശിപ്പിച്ചില്ലേ? അയ്യോടിയേ, നമ്മുടെ വണ്ടി എന്തേ? മോട്ടോർ സൈക്കിൾ എന്ത് നോക്കുവാടാ? പടം കഴിച്ചിട്ട് തരാം. ഞങ്ങളെ കുറച്ച് പേരോട് ഡ്രൈവിംഗ് പഠിച്ചിട്ടിരിക്കുക. ബോംബെ അധോലോകത്തെ കിടകിട പറപ്പിച്ച ഫാന്റം പൈലിയുടെ തന്നെ വേണം ഇല്ലടാ നിനക്കൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ. ഞാൻ വിടുകല. അപ്പോഴേ സാറേ,
ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സാർ ആരാന്ന് സാറിന് അറിയാവോ സാറേ? വന്ന് കാണിച്ചാടാ. അങ്ങനെ ഒരു സാറാരാണെന്ന് എനിക്കും കൂടി അറിയണമല്ല. ചവിട്ടി അവന്റെ അടിനാവ് ഞാൻ കലക്കും. പൈലി വെച്ചപ്പാ ഞാനില്ലേ കൂടാ. എവിടെയാണ് അവൻ? പ്രാഞ്ചി. ആര്? ഇറച്ചി പ്രാഞ്ചി പരോളിൽ ഇറങ്ങിയതാ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഏയ്! ആശാൻ എപ്പോ ആശാനെ? ഞാൻ പോയ ഗ്യാപ്പില് നിനക്ക് പുതിയൊരു ആശാനെ കിട്ടിയെന്ന് കേട്ടല്ലോടാ. ആശാന ഇവനാ? എനിക്കൊരൊറ്റ ആശാനേ ഉള്ളൂ. അത് ദൈ ഇരിക്കുന്ന പ്രാഞ്ചി ആശാന. അബദ്ധം പറ്റിപ്പോയി. ആശാന്റെ പിള്ളേരാണെന്ന് അറിഞ്ഞില്ല. ഇവൻ ഈ നാട്ടുകാരനല്ല, വരുത്തനാ. ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ച് മാപ്പാക്കണം. എന്നെ നാട്ടിക്കരുത്. ഇപ്പൊ ആശാനൊന്ന് കണ്ണടച്ച ദേവസിക്ക് അതൊരു വെയിറ്റ് ആയിരിക്കും. പ്ലീസ് ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. എടാ വർത്ത, ആ ദേവസ് പറഞ്ഞോണ്ട് തൽക്കാലം നീ ഇത് കൊണ്ടുപോക്കോ. ഓ പക്ഷേ എന്റെ പിള്ളേരെ നീ ഒന്ന് ഇക്കിളിയാക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. അവരുടെ മുമ്പില് 101 സ്റ്റൈല് മേത്ത വിട്ടിട്ട് മോട്ടോർ സൈക്കിൾ എടുത്തോ. ചോദിക്കുമ്പോ ഇനിയും തരണം. തേച്ചു വേണോ? കുറച്ചിരുന്നേ കൊള്ളാമായിരുന്നു. കൈ ഒടിഞ്ഞിരിക്കുവാന്നേ, അതുകൊണ്ടാ. ആ എണ്ണം കുറയ്ക്കണം അല്ലേ? പറ. ഈശോ വിഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഈശോ വിഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. വിഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. പടം എങ്ങനെയുണ്ട്? സ്തുതിയായിരിക്കട്ടെ. ഓ സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ അല്ലേ? ഇറ്റാലിയൻ വൈൻ. സിംസാരം വേണ്ടോ കൊച്ചോ? മെത്രാനച്ചൻ വത്തിക്കാനിന്ന് കൊണ്ടുവന്നതാ. അത് ശരി. അപ്പൊ മെത്രാച്ചനുമായിട്ട് ഇത്ര അടുപ്പമുണ്ടായിട്ടാണോ അച്ഛൻ ഈ കാട്ടുമുക്കി വന്ന് കിടക്കുന്നത്? മെത്രാനച്ചൻ എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെന്താ ഇത്രയും വില കൂടെ വൈനൊക്കെ തരുന്നത്? ആര് തന്നു? നാണം കെട്ട് ഞാൻ ചോദിച്ചു, എന്നിട്ടും തന്നില്ല. പിന്നെ കുന്ത എടോ, നമ്മളൊരു സാധനം കൊതി കയറി ചോദിച്ചു എന്നിരിക്കട്ടെ, അയാള് തന്നില്ല, താൻ എന്ത് ചെയ്യും? പിടിച്ചു പറിക്കും. ആ ഞാനും അതേ ചെയ്തുള്ളൂ. പിടിക്കാതെ പറിച്ചു. ഓ ഇത് ഇസ്കിയതാണല്ലേ? മോഷണം. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇയാള് സിനിമാ വിശേഷങ്ങൾ പറയടോ. തനിക്ക് എവിടെന്നാ ഈ ഫാൻഡം എന്നുള്ള പേര് കിട്ടി? വീരുദേവകൻ തന്നതാ, ഫൈറ്റ് മാസ്റ്റർ. നമ്മുടെ അജയ് ദേവകന്റെ ഫാദർ. അച്ഛൻ ഈ ഫാൻഡം കോമിക്സ് വായിക്കാറില്ലേ? നല്ല അച്ഛൻ ഇടിക്കാരനാ ഫാൻഡം. മനോരമനുണ്ടല്ലോ എല്ലാ ഞായറാഴ്ചയും. പള്ളിയില് മനോരമയല്ല, ദീപികയാ. അയ്യോ കഷ്ടം. മറ്റു പത്രങ്ങൾ കൂടി വായിക്കണ്ടേ? എടോ കളിച്ച് കളിച്ച് ഞങ്ങളുടെ പ്രസ്റ്റേജ് കയറി പിടിക്കല്ലേ. താൻ ആളൊരു വിടുവായനാണെന്ന് തന്റെ മോന്തയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കൈ ആരാ ചവിട്ടി ഓടിച്ചത്? साले तुम इसको लेके जाएंगे? नायक जरूर. विलन तुम सोच से मेरे अड्डे से इसको ले जाएंगे? नायक तेरे से भी बड़ा बड़ा शेर का अड्डे से हम बकरा को बचाएगा. विलन देख तुम कर सकता क्या? नायक हम माँ का दूध पिया तो इन दिन खून होगा तो इसको हम लेके जाएगा. താൻ ഇതിൽ എതിരോളാ? ഹീറോ. ഹീറോയോ? ഹീറോയുടെ ഡൂപ്പ്. അയ്യോ, അപ്പൊ ഹീറോ ഒരു പേടിത്തൊണ്ടനാണല്ലേ? അവന്റെ പേടിയല്ലേ അച്ചോ എന്റെ കഞ്ഞുകുടി. മുഴുത്തവന്റെ കഴപ്പല്ലേ എളിയവന്റെ പിഴപ്പ്. സമയം കളയാതെ കൈയൊടിഞ്ഞതിന്റെ ഫ്ലാഷ് ബാക്ക് പറയടാ പൈലി. ഫ്ലാഷ് ബാക്ക്. ആ